Good morning. Good morning. Okay, start here. Okay, so the last class we have discussed about DS, Data Encryption Standard, right? DES. So in case DS, the plain text size is 64-bit block, right? 64-bit block, and key size is 56 bit. Then we will get the ciphertext 64-bit block, right? And we know that the DS has four phases. The first one, initial permutation, and the second round. Okay, there are 16 rounds. Then third phase, 32-bit swap, 32-bit swap, and the last phase is inverse initial permutation. Okay, now today we are going to discuss the strength of DS. The strength of DS depends on three factors. The first one, key size, and the second one, nature of algorithm, and third one, timing attack. First point, key size. So നമുക്കറിയാം ഡി എസിൽ the number of keys 56 bits ആണ്, right? 56 bit. So 56 ബിറ്റിൽ നമുക്ക് എത്ര കീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? 2 raised to 56 keys പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഇതിൻ്റെ വാല്യൂ എന്താ? 7.2 ഇൻറ്റു 10 raised to 16. 56 ബിറ്റ്സ് കീ ഉണ്ട്, ബിറ്റ്സ് ഉണ്ട്, അതിൽ 2 raised to 56 കീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കേസിൽ ഒരു അറ്റാക്കർക്ക് ഈ ഒരു 2 raised to 56 കീ ഫൈൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഹാർഡ് ആയൊരു കാര്യമാണ്, റൈറ്റ്? അപ്പോൾ ഈസിലി എന്താണ് കീ അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇത്രയും 2 raised to 56 കീസ് ട്രൈ ചെയ്യണം. Okay, so that's the first point. And the second one, the nature of algorithm. Nature of algorithm here, we know that number DS is 8 S box, right? 8 S box. So S box in the number mathematical function use ചെയ്തിട്ടാണ് ഈ എസ് ബോക്സ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയ, എസ് ബോക്സിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയയും ഈ എൻ്റെ അൽഗോരിതം നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ് ചെയ്യും, പബ്ലിക്കിന് അവൈലബിൾ ആവില്ല. ഓക്കെ, സോ ഈ അറ്റാക്കേഴ്സ് എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഈ എസ് ബോക്സിന് സം വീക്ക്നെസ് ഉണ്ട്. ആ ഒരു വീക്ക്നെസ് നമുക്ക് ഈസിലി മനസ്സിലായി കഴിഞ്ഞാൽ
കീയും പ്ലെയിൻ ടെക്സ്റ്റും ഒബ്റ്റെയിൻ ചെയ്യാന്നുള്ളൊരു തിങ്കിങ് ആർക്കുണ്ട്, അറ്റാക്കേഴ്സിനുണ്ട്. ബട്ട് ആക്ച്വലി ഇങ്ങനൊരു എസ് ബോക്സിന്റെ വീക്ക്നെസ് അറ്റാക്കർക്ക് ഇതുവരെയും അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, സോ അതാണ് സെക്കൻഡ് ഫാക്ടർ, ദ നേച്ചർ ഓഫ് അൽഗോരിതം. One minute. And third factor, timing attacks. സോ നമ്മൾ ഡി എസ് ഈ ഒരു പെർട്ടിക്കുലർ അറ്റാക്കിനെ ഈസിലി റെസിസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. ടൈമിംഗ് അറ്റാക്സ് എന്ന് വെച്ചാൽ ദ അറ്റാക്കർ ക്യാൻ ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദി കീ ആൻഡ് പ്ലെയിൻ ടെക്സ്റ്റ് by observing how the ciphertext is implemented. Ciphertext is implemented. That means attacker kayil endayirikkum some ciphertext undavum. Say C1 ആണ് ciphertext. So the system use ചെയ്തിട്ട് decryption system use ചെയ്തിട്ട് some plain text derive ചെയ്യും. ഈ ഒരു derive ചെയ്യാൻ ഒരു 10 സെക്കൻഡ് എടുത്തു. ഓക്കെ, then next ഒരു ciphertext ഉണ്ടാവും. The same system യൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5 സെക്കൻഡ്സ് അറ്റാക്കർക്ക് എടുത്തു. അപ്പം ഇങ്ങനെ കുറച്ച് സിഫർ ടെക്സ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ സിഫർ ടെക്സ്റ്റിൽ എങ്ങനെയാണ് പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ആ ടൈം അനലൈസ് ചെയ്തിട്ട്, ഓക്കെ, ടൈം അനലൈസ് ചെയ്യും. അതിന് കുറച്ച് ഇൻഫർമേഷൻസും കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് എന്താണ് കീയും പ്ലെയിൻ ടെക്സ്റ്റും ഡിറൈവ് ചെയ്യും, അറ്റാക്കർ ഡിറൈവ് ചെയ്യും. ഇതാണ് ടൈമിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡി എസിൻ്റെ കേസിൽ ഡി എസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇതുപോലുള്ള അറ്റാക്കിനെ എന്താണ് റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡി എസ് അൽഗോരിതം കൺസ്ട്രക്ട് ചെയ്തത്. ഇതാണ് 3 ഫാക്ടേഴ്സ്. എക്സാമിന് ചോദിച്ചാൽ സ്ട്രെങ്ത് ഓഫ് ഡി എസ് ഡിപ്പെൻഡ്സ് ഓൺ 3 ഫാക്ടർ: കീ സൈസ്, നേച്ചർ ഓഫ് അൽഗോരിതം ആൻഡ് ടൈമിംഗ് അറ്റാക്ക്. Is it clear? Clear? Raisa, Nitin, Masna. Okay. The next one, block cipher modes of operation. Very, very important topic ആണ്. എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കുന്നതാണ്. ഓക്കെ, നമുക്കറിയാം അവ പ്ലെയിൻ ടെക്സ്റ്റിനെ സിഫറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. കുറേ മെത്തേഡ്സ് ഉണ്ട്. 2 മെത്തേഡ് എന്ന് വെച്ചാൽ സ്ട്രീം സിഫർ ആൻഡ് ബ്ലോക്ക് സിഫർ. സ്ട്രീം സിഫർ എന്താ, ഓരോ ബിറ്റിനെ ആയിരിക്കും സൈഫറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ബ്ലോക്ക് സിഫറിൻ്റെ കേസിൽ എന്തായിരിക്കും, എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റിനെ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അറ്റ് എ ടൈം 1 ബ്ലോക്ക് വിൽ ബി പ്രോസസ്ഡ്, റൈറ്റ്? നിങ്ങൾ കുറേ എൻക്രിപ്ഷൻ അൽഗോരിതം പഠിച്ചു, ക്ലാസിക്കൽ എൻക്രിപ്ഷൻ അൽഗോരിതം പഠിച്ചു ആൻഡ് മോഡേൺ എൻക്രിപ്ഷൻ അൽഗോരിതം DES, STS ഒക്കെ പഠിച്ചതാണ്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ദിസ് ഇൻപുട്ട് ആർ പ്രോസസ്ഡ്. ഓക്കെ, സോ അതിൻ്റെ ബേസിൽ there are 5 modes of operations, that are electronic codebook mode, cipher blockchaining mode, cipher feedback mode, output feedback mode, counter mode. ഓക്കെ, ഈ 5 മോഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഡയഗ്രാം നോക്കുക, ദെൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് മാത്രമേ എക്സാമിന് ചോദിക്കുകയുള്ളൂ. ഫസ്റ്റ് വൺ, ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡ്. സോ ഈ ഒരു മോഡിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ അവ മെസ്സേജിനെ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യും. അറ്റ് എ ടൈം ഒരു ബ്ലോക്കിനെ ആയിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. ആൻഡ് ഈ ബ്ലോക്കിൻ്റെ സൈസ് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ അൽഗോരിതം. നമ്മൾ ഏത് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും ബ്ലോക്ക് സൈസ്. DS ആണെങ്കിൽ ബ്ലോക്ക് സൈസ് എത്രയായിരിക്കും, 64 ബിറ്റ് ആയിരിക്കും. ആൻഡ്
SDS ആണെങ്കിൽ 8 ബിറ്റ് ആയിരിക്കും. ഓക്കെ, this figure, this is the encryption part. The first divide our plain text into different block. Here P1, P2 up to Pn block ഉണ്ട്. എല്ലാ ബ്ലോക്കിൻ്റെയും സൈസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഫസ്റ്റ് എന്താ, ഈ പെർട്ടിക്കുലർ ബ്ലോക്കിനെ എൻക്രിപ്റ്റ് ചെയ്യും യൂസിങ് സം എൻക്രിപ്ഷൻ അൽഗോരിതം. സെയിം കീ യൂസ് ചെയ്യും, റൈറ്റ്, ഒരു കീ യൂസിങ് കെ. ദെൻ വി വിൽ ഗെറ്റ് ദി സിഫർ ബ്ലോക്ക് C1 കിട്ടും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ബ്ലോക്ക് P2 പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ബിറ്റിന് എന്താണ്, സെയിം എൻക്രിപ്റ്റ് ചെയ്യും, സെയിം കീ യൂസ് ചെയ്യും. We get the another C2. Okay, so your process repeat ചെയ്യും. അപ്പോൾ ഫൈനലി കുറേ ബ്ലോക്സ് കിട്ടും, സിഫറിൻ്റെ ബ്ലോക്സ് കിട്ടും. അതിനെ കമ്പൈൻ ചെയ്യും, C1, C2 up to Cn. Okay, then it is sent to the receiver. അപ്പോൾ റിസീവറിൻ്റെ കേസിൽ എന്താ, റിസീവർ എന്ത് ചെയ്യും, സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും, റൈറ്റ്. സിഫർ ടെക്സ്റ്റിനെ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, C1, C2 ആൻഡ് Cn. Then some decryption, അതായത് ഏത് എൻക്രിപ്ഷൻ ആണോ അൽഗോരിതം യൂസ് ചെയ്തത് അതിൻ്റെ ഡീക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്യും. ആൻഡ് ദ സെയിം കീസ് യൂസ് ചെയ്തിട്ട് എന്താ, പ്ലെയിൻ ടെക്സ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യും. ഫസ്റ്റ് ബ്ലോക്ക് കിട്ടും, സെക്കൻഡ് ബ്ലോക്ക് ആൻഡ് nth ബ്ലോക്ക്. ആൻഡ് ഫൈനലി ആഡ് ചെയ്യും P1 പ്ലസ് P2 പ്ലസ് Pn. ഇതായിരിക്കും പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡ്. ഇത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഫസ്റ്റ് എന്താണ്, പ്ലെയിൻ ടെക്സ്റ്റിനെ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുക. അറ്റ് എ ടൈം 1 ബ്ലോക്ക് വിൽ ബി പ്രോസസ്ഡ്. Is it clear? Is it clear? Electronic code book. Karthik, Kirtana. The next one, cipher block chaining model. Just figure നോക്കാം. സോ ഈ ഒരു മോഡൽ എന്താ, ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റിനെ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, P1, P2 up to Pn. ദെൻ അറ്റ് എ ടൈം ഫസ്റ്റ് ബ്ലോക്കിനെ ആയിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടെ നോക്കി, ഫസ്റ്റ് ബ്ലോക്കിനെ ഒരു IV എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ കാണാം. ദിസ് ഈസ് എ ഇനീഷ്യലൈസേഷൻ വെക്റ്റർ. ഇനീഷ്യലൈസേഷൻ വെക്റ്റർ. ഓക്കെ, ഈ ബ്ലോക്കിന് ഫോർ എക്സാമ്പിൾ P1ന്റെ സൈസ് 64 ആണെങ്കിൽ ഐയുടെ സൈസ് എന്തായിരിക്കണം, 64 ആയിരിക്കണം. ഫസ്റ്റ് ഒരു ഇനീഷ്യലൈസേഷൻ വെക്റ്റർ സെറ്റ് ചെയ്യുക. ദെൻ ഫസ്റ്റ് ബ്ലോക്ക് എക്സോ ചെയ്യാം. ഓക്കെ, സോ ഇവർക്ക് എന്ത് ചെയ്യും, എക്സോ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിന് എന്ത് ചെയ്യണം, എൻക്രിപ്റ്റ് ചെയ്യാം യൂസിങ് കീ K. ഓക്കെ, എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു സിഫർ ടെക്സ്റ്റ് കിട്ടും C1. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിനെ എൻക്രിപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ബ്ലോക്കിനെ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ കിട്ടിയ സിഫർ എന്ത് ചെയ്യും, ഇവിടത്തേക്ക് പാസ് ചെയ്യും. ആൻഡ് ഈ ബ്ലോക്കും ഈ സിഫറും എക്സോ ചെയ്യും. ദെൻ ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടിനെ എൻക്രിപ്റ്റ് ചെയ്യും, സെയിം കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. ആൻഡ് വി വിൽ ഗെറ്റ് ദി C2. ഓക്കെ, ആൻഡ് അടുത്ത ബ്ലോക്കിനെ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ C2 ദാറ്റ് P3 എന്ത് ചെയ്യും, എക്സോർ ചെയ്യും. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് എൻക്രിപ്ഷൻ നടക്കുന്നത് ഇവിടെ. ഇനി ഡീക്രിപ്ഷൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും, സിഫറിനെ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് C1നെ ഫസ്റ്റ് ഡീക്രിപ്റ്റ് ചെയ്യും. സെയിം കീ യൂസ് ചെയ്തിട്ട് ഡീക്രിപ്റ്റ് ചെയ്യും. കിട്ടിയ റിസൾട്ടിനെ സെയിം IV വെക്ടർ വെച്ചിട്ട് എക്സോ ചെയ്യും. അതായിരിക്കും എന്ത്, പ്ലെയിൻ ടെക്സ്റ്റ് P1. ഓക്കെ, ഇനി അടുത്ത ബ്ലോക്കിനെ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോഴോ C2
ഡീക്രിപ്റ്റ് ചെയ്യും ദ സെയിം കീ. ദെൻ കിട്ടിയ റിസൾട്ടിന് എന്തായിരിക്കും? ഫസ്റ്റ് ബ്ലോക്കിൽ C1 വെച്ചിട്ട് XOR ചെയ്യും. ദെൻ വി വിൽ ഗെറ്റ് ദി P2. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ദെൻ ഇവിടെ എന്തായിരിക്കും അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻ ഓഫ് CPSE? ഇവിടെ എല്ലാ ബ്ലോക്കും എന്തായിരിക്കും? ഡിപ്പെൻഡന്റ് ആയിരിക്കും അല്ലേ? കോഡ് ബുക്കിന്റെ കേസിൽ ഇൻഡിപെൻഡന്റ് ആണ്, ബ്ലോക്കൊക്കെ ഇൻഡിപെൻഡന്റ് ആണ്. ഇവിടെ എന്താ? എല്ലാ ബ്ലോക്കും ഡിപ്പെൻഡന്റ് ആണ്. കാരണം എന്താ? ഒന്നിന്റെ ഔട്ട് എടുത്തിട്ടാണ് മറ്റേ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്, ഇൻപുട്ടിനോട് XOR ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബ്ലോക്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നാൽ അത് എൻ്റർ സിഫർ ടെക്സ്റ്റിനത് എഫക്ട് ചെയ്യും. ആൻഡ് വേറൊരു കാര്യം എന്താ? ഇവിടെ നമുക്കൊരു ഇനീഷ്യലൈസേഷൻ വെക്ടേഴ്സ് വേണം, IV അല്ലേ? ഈ IV എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി നോൺ ടു സെൻഡർ ആൻഡ് റിസീവർ. ഓക്കെ, ദെൻ ഈ ഇനീഷ്യലൈസേഷൻ വെക്ടർ ക്ലിയർ ആയിട്ട് സെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അറ്റാക്കർക്ക് എന്തായിരിക്കും? ഇനീഷ്യലൈസേഷൻ വെക്ടർ കിട്ടും. ദെൻ അറ്റാക്കർ എന്ത് ചെയ്യും? അതിലെ ബിറ്റിനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ IV ചേഞ്ച് ചെയ്താൽ എൻ്റെ പ്രോസസ്സും അതിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ IVയുടെ വാല്യൂ ഒന്നെങ്കിൽ ഫിക്സഡ് വാല്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കും? എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് അത് ഡിറൈവ് ചെയ്യാം. ഇതൊക്കെയാണ് CPSEയുടെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷനും. Is it clear? എക്സാമിന് 2 മോഡ്സ് കമ്പയർ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഒരു മോഡ് എന്താണെന്ന് ചോദിക്കും. ഷുവർ ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റി എക്സാമിന്. ഇതൊക്കെയാണോ സെക്കൻഡ് മോഡ് CPC? And third one, CIFAR feedback mode. CIFAR feedback mode. ഇതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയൊരു മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഇതുവരെ പഠിച്ച 2 മോഡിൽ നമ്മൾ എന്തായിരുന്നു? ബ്ലോക്ക് ആയിട്ടാണ് മെസ്സേജിനെ ട്രീറ്റ് ചെയ്തത്. ബട്ട് ഈ ഒരു മോഡിൽ നമ്മുടെ മെസ്സേജ് ഈസ് ട്രീറ്റഡ് ആസ് എ സ്ട്രീം ഓഫ് ബിറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങളൊരു IV, ഇറ്റ്സ് ഇനീഷ്യലൈസേഷൻ വെക്ടർ. നിങ്ങൾ ജസ്റ്റ് IVയുടെ സൈസ് B ബിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം, B ബിറ്റ്. ദെൻ ഫസ്റ്റ് IVനെ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. ഷിഫ്റ്റ് രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു S ബിറ്റ്, ഇവിടെ ഒരു S ബിറ്റ് കൺസിഡർ ചെയ്യാം, IVയുടെ ഒരു S ബിറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, B മൈനസ് S ബിറ്റ്. ഓക്കെ, ഫസ്റ്റ് ഒരു IV ഉണ്ട്, അതിൻ്റെ സൈസ് B ബിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഞാൻ അതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, B മൈനസ് S. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിനൊരു ഷിഫ്റ്റ് ചെയ്യും. ദെൻ ആഫ്റ്റർ ഷിഫ്റ്റ് എൻക്രിപ്റ്റ് എന്നുള്ള പ്രോസസ്സിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കും. ഓക്കെ, ഒരു കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഒരു ഔട്ട് കിട്ടും, റൈറ്റ്? B ബിറ്റ് ഔട്ട് കിട്ടും. ദെൻ ഈ B ബിറ്റ് ഔട്ടിൽ അഗെയിൻ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ആണ്, S ബിറ്റ്സും B മൈനസ് S ബിറ്റ്സും. ഓക്കെ, സോ ഇതിൽ S ബിറ്റ്സ് ആയിരിക്കും ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നത്. B മൈനസ് S ബിറ്റ്സിനെ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, ദെൻ നിങ്ങൾ മെസ്സേജസ് ഉണ്ട്, ഞാൻ പറഞ്ഞ മെസ്സേജിന് ബിറ്റ്സ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എത്രയാണോ സെലക്ട് ചെയ്യുന്നത്, S ബിറ്റ്സ് ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയിൻ ടെക്സ്റ്റിലെ ഫസ്റ്റ് S ബിറ്റ്സിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് P1. ദെൻ ഈ S ബിറ്റ്സും പ്ലെയിൻ ടെക്സ്റ്റിലെ S ബിറ്റ്സും എന്താ? XOR ചെയ്യും. XOR ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് S ബിറ്റ്സ് സൈഫർ ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടും.
ഓക്കെ, അതായത് ഫസ്റ്റ് ഒരു IV വെക്റ്റർ ഇനീഷ്യലൈസേഷൻ വെക്റ്റർ കൺസിഡർ ചെയ്യുക, അതിൻ്റെ സൈസ് V ബിറ്റ്സ് ആണ്. നൗ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദ ഷിഫ്റ്റ് രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ദെൻ അവിടുന്ന് ഡിവൈഡ് ചെയ്യാണ് B മൈനസ് എസും എസ് ബിറ്റ് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഒരു എൻക്രിപ്റ്റ് പ്രോസസ്സ് എൻക്രിപ്ഷൻ ചെയ്യും. ഈ ഒരു ഔട്ട്പുട്ടിനെ എൻക്രിപ്റ്റ് ചെയ്യും, ഒരു B ബിറ്റ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടും. നെക്സ്റ്റ് ഈ ഔട്ടിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, എസ് ബിറ്റ്സ് ആൻഡ് B മൈനസ് എസ് ബിറ്റ്സ്. സോ ഇവിടുന്ന് എസ് ബിറ്റ്സിനെ സെലക്ട് ചെയ്യും, ദെൻ B മൈനസ് എസ് ബിറ്റ്സിനെ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മുടെ എസ് ബിറ്റ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അത്രയും ബിറ്റ്സ് എവിടുന്ന് സെലക്ട് ചെയ്യണം? പ്ലെയിൻ ടെക്സ്റ്റിന് സെലക്ട് ചെയ്യുക. ദെൻ ഈ എസ് ബിറ്റ്സും പ്ലെയിൻ ടെക്സ്റ്റിലെ എസ് ബിറ്റ്സും എക്സോർ ചെയ്യുക. എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് ബിറ്റ്സ് സൈഫർ ടെക്സ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എസ് ബിറ്റ്സിനെ സൈഫറിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് എന്താ? അടുത്ത എസ് ബിറ്റ്സിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്താ വെച്ചാൽ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ ഇവിടെയുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് ഈ IV-യുടെ B മൈനസ് എസ് ഇത്രയും പാർട്ട് അവിടുത്തെ സ്റ്റോർ ചെയ്യും, ഈ ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ ഒരു ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും ഈ B മൈനസ് എക്സ് ബിറ്റ്സിനെ. ദെൻ ഇത്രയും പാർട്ടിലേക്ക് ഈ C1-ലെ എസ് ബിറ്റ്സിന് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ കിട്ടിയ റിസൾട്ടിനെ എൻക്രിപ്റ്റ് ചെയ്യും യൂസിങ് ദ സെയിം കീ. സോ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്താ? ഒരു സിഫർ ടെക്സ്റ്റ് കിട്ടും, അതെന്തായിരിക്കും? B ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, നൗ അവിടെ നിന്ന് എന്താണ്? എസ് ബിറ്റ്സ് സെലക്ട് ചെയ്യും, അടുത്ത പ്ലെയിൻ ടെക്സ്റ്റിലെ എസ് ബിറ്റ്സുമായിട്ട് എക്സോർ ചെയ്യും, ദെൻ നെക്സ്റ്റ് എസ് ബിറ്റ്സ് സൈഫർ ടെക്സ്റ്റ് കിട്ടും. സോ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. Is this clear? Is this clear? Nitin, Karthik, Jasna. Sreshma, Raiza, so ഇത് എൻക്രിപ്ഷൻ പ്രോസസ് ആണ്. ഇനി ഡീക്രിപ്ഷൻ. സി ഫസ്റ്റ് എന്താ? IV വെക്റ്റർ. ഓക്കെ, B ബിറ്റ്സ് ആയിരിക്കും, B മൈനസ് എസ് ബിറ്റ്സ് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ ഷിഫ്റ്റ് ചെയ്യും. ദെൻ ഇവിടെ നോക്കിയേ, ഇവിടെയും എൻക്രിപ്ഷൻ തന്നെയാണ്. ഓക്കെ, IV വെക്ടറിനെ എൻക്രിപ്റ്റ് ആണ് ചെയ്യുന്നത്. പലവരും എക്സാമിന് ഇവിടെ ഡീക്രിപ്ഷൻ എന്നാണ് എഴുതുന്നത്, ബട്ട് ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഔട്ട് കിട്ടും, റൈറ്റ്? ദെൻ ഇവിടെ എന്തെങ്കിലും രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, എസ് ബിറ്റ്സ് ആൻഡ് B മൈനസ് എസ് ബിറ്റ്സ്. ഓക്കെ, ദെൻ ഇവിടുന്ന് എസ് ബിറ്റ്സിനെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് എന്താ? അവർ സിഫർ ടെക്സ്റ്റ്, റൈറ്റ്? എസ് ബിറ്റ്സ് സിഫർ ടെക്സ്റ്റുമായിട്ട് എക്സോർ ചെയ്യും. വി വിൽ ഗെറ്റ് ദി എസ് ബിറ്റ്സ് പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എസ് ബിറ്റ്സ് സിഫർ ടെക്സ്റ്റ് എന്ന് എസ് ബിറ്റ്സ് പ്ലെയിൻ ടെക്സ്റ്റ് ഒബ്റ്റൈൻ ചെയ്തു. നെക്സ്റ്റ് എസ് ബിറ്റ് സിഫർ ടെക്സ്റ്റ് എങ്ങനെ ഒബ്റ്റൈൻ ചെയ്യും? അഗെയിൻ ഇവിടെ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ. ഓക്കെ, ദെൻ IV-ലെ B മൈനസ് എസ് ബിറ്റ് ഇവിടെ സ്റ്റോർ ചെയ്യും, റൈറ്റ്? ദെൻ ഒരു ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദെൻ ഈ ഒരു എസ് ബിറ്റ്സ് ബാക്കെൻഡ് ആണ്, അവിടെ എന്ത് സ്റ്റോർ ചെയ്യും? സിഫർ ടെക്സ്റ്റിലെ എസ് ബിറ്റ്സ് ഇവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ എൻക്രിപ്റ്റ് ചെയ്യും യൂസിങ് ദ സെയിം കീ. Then we will get the out. Then outil എന്താ? S bitsനെ സെലക്ട് ചെയ്യും. Then it is XOR with the next S bits of ciphertext. We will get the next S bits of plain text.
ഓക്കെ ആണോ ഡീക്രിപ്ഷൻ? ഓക്കെ ആണോ ഡീക്രിപ്ഷൻ? സെയിം പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. ഒന്ന് റിപ്ലൈ തന്നേ. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ്. നിങ്ങൾ സിഫർ ഫീഡ്ബാക്ക് മോഡാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സിഫർ ഫീഡ്ബാക്ക് മോഡിൻ്റെ കേസിൽ എന്താണ്, സിഫർ ആയിരിക്കും ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ അല്ലേ, ഫസ്റ്റ് പാർട്ടിൽ സിഫർ ആയിരിക്കും നെക്സ്റ്റിലെ ഫീഡ്ബാക്ക് ആയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡിൻ്റെ കേസിൽ എന്തായിരിക്കും, സെയിം ആസ് ദ സിഫർ ഫീഡ്ബാക്ക് മോഡ്, ബട്ട് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡിൻ്റെ കേസിൽ എല്ലാം സെയിം ഓപ്പറേഷൻ ആയിരിക്കും. ബട്ട് ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കിട്ടുന്ന എസ് ബിറ്റ്സ് ഇതായിരിക്കും എന്ത് ഇവിടത്തേക്ക് സ്റ്റോർ ആവുന്നത്. സിഫറിൻ്റെ കേസിൽ സിഫർ ടെക്സ്റ്റ് ആയിരിക്കും നെക്സ്റ്റിലെ ഷിഫ്റ്റ് രജിസ്റ്ററിൽ എസ് ബിറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ബട്ട് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡിൻ്റെ കേസിൽ എന്തായിരിക്കും, എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എസ് ബിറ്റ്സിനെ സെലക്ട് ചെയ്യും. ആ എസ് ബിറ്റ്സ് ആയിരിക്കും നെക്സ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്ററിൽ എസ് ബിറ്റ്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഡിഫറൻസ് സിഫർ ഫീഡ്ബാക്ക് മോഡിലും ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡിൻ്റെ ഡിഫറൻസ്. ബാക്കിയൊക്കെ സെയിം ആണ്. ആണ് ഫിഗർ, നിങ്ങൾ ജസ്റ്റ് നോക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് വൺ കൗണ്ടർ മോഡ്. സി ദിസ് ഫിഗർ. ഇവിടെ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കൗണ്ടർ ഉണ്ടാവും, റൈറ്റ്? ഇറ്റ്സ് എ കൗണ്ടർ. അപ്പോൾ കൗണ്ടറിൻ്റെ സൈസ് ഞാൻ ബി ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് P1 എന്ന് പറഞ്ഞ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. കൗണ്ടറിൻ്റെ സൈസും ഈ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ഈ ബ്ലോക്കിൻ്റെ സൈസും സെയിം ആയിരിക്കണം. ഇവിടെ ബി ബിറ്റ്സ് ആണെങ്കിൽ ഹിയർ ഓൾസോ ദ ബി ബിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ ഈ കൗണ്ടറിനെ എൻക്രിപ്റ്റ് ചെയ്യും. ഇവിടെ സം വാല്യൂസ് ഉണ്ടാവും, ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യും യൂസിങ് സം കീ. ഓക്കെ, ദെൻ കിട്ടിയ റിസൾട്ടും ഫസ്റ്റ് P1 ബി ബിറ്റ്സ് പ്ലെയിൻ ടെക്സ്റ്റ് എന്താണ് എക്സോ ചെയ്യും. വി വിൽ ഗെറ്റ് ദി സിഫർ ടെക്സ്റ്റ് C1. ഓക്കെ, ദെൻ അടുത്ത പാർട്ടിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഈ കൗണ്ടറിനെ യൂസ് ചെയ്യും. ബട്ട് ഇവിടെ എന്താണ് കൗണ്ടറിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കൗണ്ടറിൻ്റെ വാല്യൂ 1010 ആണ്. ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്തായിരിക്കണം 4 ബിറ്റ് ആയിരിക്കണം, റൈറ്റ്? ദെൻ ഇത് എൻക്രിപ്റ്റ് ചെയ്യുന്നു, ഒരു റിസൾട്ട് കിട്ടുന്നു, ആൻഡ് 4 ബിറ്റുമായിട്ട് എക്സോ ചെയ്യാണ്, സിഫർ ടെക്സ്റ്റ് കിട്ടും. നെക്സ്റ്റ് ഇവിടെ കൗണ്ടറിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ കൗണ്ടറിൻ്റെ വാല്യൂ എന്തായിരിക്കും 1011 ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിനെന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും, സെയിം കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും, റിസൾട്ട് കിട്ടും. ദെൻ അടുത്ത P2 അല്ലേ, P2 ആയിട്ട് എക്സോ ചെയ്യും, സിഫർ ടെക്സ്റ്റ് കിട്ടും. ഇതാണ് എൻക്രിപ്ഷൻ്റെ കേസ്. ഇനി ഡീക്രിപ്ഷൻ്റെ കേസിൽ എന്തായിരിക്കും, ദ സെയിം പ്രോസസ്. ഓക്കെ, എന്തായിരിക്കും ഫസ്റ്റ് ഒരു കൗണ്ടർ യൂസ് ചെയ്യും അല്ലേ, കൗണ്ടറിൻ്റെ വാല്യൂ എൻക്രിപ്റ്റ്. ഇവിടെ എൻക്രിപ്ഷൻ ആണ്, ഫസ്റ്റ് എൻക്രിപ്റ്റ് ചെയ്യും യൂസിങ് സം കീ, ദെൻ റിസൾട്ട് കിട്ടും. ആൻഡ് സിഫറിന് പ്ലെയിൻ ടെക്സ്റ്റ് ആണ് കിട്ടേണ്ടത് അല്ല, ഡീക്രിപ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സിഫർ ആയിരിക്കും. ഈ സിഫറിനെയും ഈ റിസൾട്ടിനെയും എക്സോ ചെയ്യും, വി വിൽ ഗെറ്റ് ദി പ്ലെയിൻ ടെക്സ്റ്റ് P1. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും, അടുത്ത
സിഫർ ടെക്സ്റ്റിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കൗണ്ടറിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ഇൻക്രിമെന്റ്. ഓക്കെ ആണോ? ഇതാണ് കൗണ്ടർ മോഡ്. ഈ ഒരു കേസിൽ എൻക്രിപ്ഷൻ ആയാലും ഡീക്രിപ്ഷൻ ആയാലും ഫസ്റ്റ് ഇതിൽ എന്ത് വേണം? കൗണ്ടറിനെ എൻക്രിപ്റ്റ് ചെയ്യും. ഡീക്രിപ്ഷന്റെ കേസിൽ എന്താണ്? കൗണ്ടറിനെ എൻക്രിപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഫീഡ്ബാക്കിന്റെയും സിഫർ ഫീഡ്ബാക്കിന്റെയും കേസിൽ എന്താണ്? ഫസ്റ്റ് ഈ IV വെക്ടറിനെ എൻക്രിപ്റ്റ് ചെയ്യും, റൈറ്റ്? ഡീക്രിപ്ഷന്റെ കേസിൽ എന്താണ്? IV വെക്ടറിനെ എൻക്രിപ്റ്റ് ചെയ്യും. മാറിപ്പോകരുത്. ബട്ട് CBSന്റെ കേസിലൊക്കെ എന്താ? പ്ലെയിൻ ടെക്സ്റ്റിനെ IV വെച്ചിട്ട് എക്സോ ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഡീക്രിപ്ഷന്റെ കേസിൽ സിഫർ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ആണ് ചെയ്യുന്നത് ഇവിടെ. ഇലക്ട്രോണിക് കോഡ് ബുക്കിന്റെ കേസിൽ അത് തന്നെ. ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു, സിഫർ കിട്ടുന്നു. ആൻഡ് ഡീക്രിപ്ഷന്റെ കേസിൽ സിഫർ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഡീക്രിപ്ഷൻ ഒരു അൽഗോരിതം യൂസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്രയാണ് എന്ത്? സിഫർ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. 5 മോഡ്സ് ഉണ്ട്. ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡ്, സിഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ്, സിഫർ ഫീഡ്ബാക്ക് മോഡ്, ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ്, കൗണ്ടർ മോഡ്. നെക്സ്റ്റ് ടോപ്പിക് ഡിഫറൻഷ്യൽ ആൻഡ് ലീനിയർ ക്രിപ്റ്റനാലിസിസ്. ഇത് നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെന്റ് ആയിട്ട് തരാണ്. നിങ്ങൾ അസൈൻമെന്റ് ക്വസ്റ്റ്യനിൽ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫറൻഷ്യൽ ആൻഡ് ലീനിയർ ക്രിപ്റ്റനാലിസിസ്. ജസ്റ്റ് ഒരു തിയറിയാണ്, എക്സാമിന് ഇത് ചോദിക്കാം. ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തത്? ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്താ? വാട്ട് യു മീൻ ബൈ ക്രിപ്റ്റോഗ്രാഫി. അതിൽ കുറച്ച് ടേംസ്, പ്ലെയിൻ ടെക്സ്റ്റ് എന്താ, സിഫർ ടെക്സ്റ്റ് എന്താണ്, കീ. ഓക്കെ, ദെൻ ഡിസ്കസ് ചെയ്തത് സിമെട്രിക് സിഫർ മോഡൽസ്. ഓക്കെ, അതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക് ആൻഡ് ട്രാൻസ്പോസിഷൻ ടെക്നിക്സ്, റൈറ്റ്? ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് ആ ടെക്നിക്സിൽ പ്ലെയിൻ ടെക്സ്റ്റിലെ ഓരോ ലെറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും? റീപ്ലേസ് വിത്ത് അനദർ ലെറ്റർ ഓർ ഡിജിറ്റ്സ്, റൈറ്റ്? ദെൻ അതിൻ്റെ അണ്ടറിൽ കുറേ മെത്തേഡ്സ് പഠിച്ചു, ക്ലാസിക്കൽ മെത്തേഡ്സ് പഠിച്ചു, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിസ്കസ് ചെയ്ത് എന്താണ്? ട്രാൻസ്പോസിഷൻ ടെക്നിക്. ട്രാൻസ്പോസിഷൻ ടെക്നിക്സിൽ എന്തായിരിക്കും? പ്ലെയിൻ ടെക്സ്റ്റിന് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു റീഅറേഞ്ച്മെന്റ് ആണ് ചെയ്യുന്നത്, അല്ലേ? പ്ലെയിൻ ടെക്സ്റ്റിന് വേറൊരു സിമ്പിളിലേക്ക് റീപ്ലേസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹൈ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ IAH ഈ ഒരു വേലായിരിക്കും എന്ത്? എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ അണ്ടറിലും കുറേ മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ ഡിസ്കസ് ചെയ്തത് റോട്ടോ മെഷീൻ, ദെൻ സ്റ്റെക്നോഗ്രാഫി. ഓക്കെ, അത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? SDS അല്ലെ, സിംപ്ലിഫൈഡ് DS, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ബ്ലോക്ക് സിഫർ പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തു. ദെൻ ഫീസ്റ്റൽ സ്ട്രക്ചർ, ദെൻ DS വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ബ്ലോക്ക് സിഫർ മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ്. എല്ലാവർക്കും എല്ലാ ടോപ്പിക്കും ഓക്കെ അല്ലേ? ഒന്ന് റിപ്ലൈ എന്നേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റൈസ, ജസ്ന, കാർത്തിക്, കീർത്തന, സിനാൻ, നിതിൻ, ആകാശ്, റിസ്വിൻ, രേഷ്മ, അനഘ, ദേവിക,